നമസ്കാരം. 2014 മുതൽ തുടങ്ങി 2024 വരെയും BJPയെ തകർക്കാൻ പ്രതിപക്ഷം പഠിച്ച പണി 18 നോക്കി. എന്നിട്ടും തോൽവി മാത്രം ഏറ്റുവാങ്ങാനാണ് പ്രതിപക്ഷത്തിന്റെ യോഗം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സകലമാന ലൊട്ടിലൊടുക്കു പാർട്ടികളും BJPക്കെതിരെ തിരിഞ്ഞിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. പാറ പോലെ ഉറച്ചുനിന്ന ഭരണം നേടിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞു. ഇനി അതും കഴിഞ്ഞ് പാർലമെന്റിലെത്തിയപ്പോൾ അവിടെയും പ്രതിപക്ഷത്തിന്റെ വക വമ്പൻ പ്രകസനം, അതും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. പാർലമെന്റിന്റെ ഉള്ളിലാണെങ്കിൽ സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയുള്ള പിടിവലി, അതൊട്ട് കിട്ടിയതുമില്ല. നിങ്ങളുടെ തോൽവിക്ക് നിങ്ങൾ തന്നെയാണ് കാരണക്കാർ എന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയാൻ കഴിയില്ല. ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. BJPയെ തകർക്കാൻ കൂട്ടായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ കൂട്ടുകെട്ടിനോടെങ്കിലും ലേശം മാന്യത പുലർത്താൻ കോൺഗ്രസുകാർ ശ്രമിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ല കാര്യമായിരിക്കും. മോദി സർക്കാരിനെ എതിർക്കാൻ അംഗബലത്തിന് വേണ്ടി നിങ്ങളായിട്ട് തന്നെ ആഹ്വാനം ചെയ്ത് കൂടെ കൂട്ടിയവരല്ലേ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന ചെറുതും വലുതുമായിട്ടുള്ള മറ്റെല്ലാ പാർട്ടികളും? അപ്പോൾ അവർ അർഹിക്കുന്ന മാന്യത അവർക്ക് കൊടുക്കാമായിരുന്നു. ഇത് മറ്റൊന്നും കൊണ്ടല്ല പറഞ്ഞത്. 18ാം ലോക്സഭയിൽ ആര് സ്പീക്കർ ആകണം എന്നുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ആണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ നിർദ്ദേശം മറ്റു ഘടക കക്ഷികളോട് ചർച്ച ചെയ്യാതെ കോൺഗ്രസ് ഏകപക്ഷീയമായി തീരുമാനിച്ചു. അതിനെ തൃണമൂൽ കോൺഗ്രസ് ശക്തമായി എതിർക്കുകയും ചെയ്തു. ഈ രാഷ്ട്രീയ വിയോജിപ്പ് ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന്റെ പിളർപ്പിന് വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല. ഇനി ഒരു പിളർപ്പ് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായാൽ അത് ഗുണമാകുന്നത് BJPക്കാണ്. BJP ഒരുക്കുന്ന കെണിയിൽ നേരെ വന്നു വീഴുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും 18ാം ലോക്സഭയുടെ സ്പീക്കറായി ഓം ബിർള വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. തുടർച്ചയായി 2ാം തവണയും ലോക്സഭാ സ്പീക്കർ പദവിയിൽ ഓം ബിർള തുടരുമ്പോൾ ഇന്ത്യ സഖ്യം എന്ന പ്രതിപക്ഷത്തിന് മേലുള്ള സ്വാഭാവിക വിജയം എന്നതിലുപരി ചരിത്രത്തിൽ സംഭവിച്ചുപോയ ഒരു പിഴവിന്റെ പരിഹാരം കൂടിയാണിത്. 1998 അധികാരത്തിൽ വന്ന വാജ്പേയി സർക്കാർ അകാലത്തിൽ പുറത്താകേണ്ടി വന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഒരു വലിയ കൈപ്പേറിയ പാഠമാണ്. 1996 അദ്ദേഹം കേവലം 13 ദിവസക്കാലം പ്രധാനമന്ത്രിയായിരുന്നു. അതിന് പിന്നാലെ അവിശ്വാസ പ്രമേയത്തിൽ ഭരണം നഷ്ടപ്പെടുകയും അങ്ങനെ ദേവഗൌഡയും AK ഗുജറാളും പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. ഏതാണ്ട് ഒരു വർഷക്കാലം മാത്രമേ ജനതാദൾ സർക്കാരുകൾക്ക് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. 1998 ഫെബ്രുവരിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. തിരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ട് AIDMK, SAP, BJD, SAD തുടങ്ങിയ വിവിധ പാർട്ടികളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് രൂപീകരിച്ചു. 543 അംഗ സഭയിൽ 181 സീറ്റുകളാണ് BJPക്ക് ലഭിച്ചത്. കോൺഗ്രസിന് 141 സീറ്റുകളാണ് ലഭിച്ചത്. 1999 ഏപ്രിൽ 15 വാജ്പേയി ലോക്സഭയിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. ഒരു ദിവസം മുമ്പ് ബഹുജൻ സമാജ് പാർട്ടിയുടെ മായാവതി ഉൾപ്പെടെയുള്ള ചില NDA ഇതര നേതാക്കളിൽ നിന്ന് അദ്ദേഹം വാക്കാലുള്ള പിന്തുണ നേടിയിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി പാർലമെന്റിൽ ഒരു സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെടുന്നത് രാഷ്ട്രം കണ്ടു. വോട്ടെടുപ്പ് ഫലം വന്നപ്പോൾ 270 എതിർപ്പുകളും 269 പിന്തുണകളും ഉണ്ടായിരുന്നു. ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് പ്രതിനിധി സെയ്ഫുദ്ദീൻ സോസ് സർക്കാരിനെതിരെ വോട്ട് ചെയ്തു. എങ്കിൽ പോലും സർക്കാർ വീഴില്ലായിരുന്നു. ഒഡീഷയിലെ കോൺഗ്രസ് നേതാവ് ഗിരിധർ ഗമാംഗ് നടത്തിയ ഒരു വോട്ടാണ് സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ചത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അദ്ദേഹം ഒഡീഷ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ അദ്ദേഹം അതുവരെ പാർലമെന്റ് അംഗത്വം രാജിവെച്ചിരുന്നില്ല. വോട്ടെടുപ്പിനായി ഗിരിധർ ഗമാംഗ് പാർലമെന്റിൽ എത്തിയപ്പോൾ ഭരണമുന്നണി അംഗങ്ങൾ ബഹളമുണ്ടാക്കിയിരുന്നു. അദ്ദേഹത്തെ വോട്ടെടുപ്പിൽ നിന്ന് അയോഗ്യനാക്കണമെന്ന് NDA ആവശ്യപ്പെട്ടു. എന്നാൽ GMC ബാലായോഗി അദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു. 1998 വാജ്പേയി ഗവൺമെന്റിന്റെ തകർച്ചയിൽ തീരുമാനമെടുത്തത് സ്പീക്കറുടെ തീരുമാനവും വിവേചനാധികാരവുമാണ്. അങ്ങനെ ലോക്സഭയിൽ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രിയായി വാജ്പേയി മാറിയത് അനീതി നിറഞ്ഞ ഒരു തീരുമാനത്തിന്റെ ബലത്തിലായിരുന്നു. സഭാചട്ടങ്ങളുടെ വ്യാഖ്യാനം മുതൽ സഭയ്ക്കുള്ളിലെ ക്രമസമാധാന പാലനവും അതിക്രമങ്ങൾ കാണിക്കുന്ന അംഗങ്ങളെ പുറത്താക്കുന്നതുപോലും ലോക്സഭാ സ്പീക്കറാണ് തീരുമാനിക്കുന്നത്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനങ്ങളിലും അധ്യക്ഷൻ സ്പീക്കറാണ്. സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ല് മണി ബില്ലാണോ അതോ സാധാരണ ബില്ലാണോ എന്ന് സ്പീക്കർ തീരുമാനിക്കും. ഒരു ബില്ലിന്റെ തുടർന്നുള്ള ഭാവി അത് എങ്ങനെ ഏത് കാറ്റഗറിയിൽ പട്ടികപ്പെടുത്തി എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഈ തീരുമാനം അതീവ പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യയിലെ പരമോന്നത നിയമനിർമ്മാണ സഭയായ ലോക്സഭയിൽ ഭരണകക്ഷിയുടെയോ സഖ്യത്തിന്റെയോ ശക്തിയുടെയും
നിയന്ത്രണത്തിന്റെയും പ്രതീകമാണ് സ്പീക്കർ സ്ഥാനം. അത് നഷ്ടപ്പെടുത്താതെ നിലനിർത്തി എന്നാൽ NDAയും BJPയും ആദ്യ പരീക്ഷ എളുപ്പം പാസായി എന്നു തന്നെയാണ് അർത്ഥം.